India has faced a number of disasters ranging from natural disasters like floods, earthquakes, cyclones, tsunami, droughts, and landslides to man-made disasters like Bhopal gas tragedy in 1984. ഇന്ത്യ ഒരുപാട് ഡിസാസ്റ്റേഴ്സ് ഫേസ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആയ ഫ്ലഡ്സും എർത്ത് സൈക്ലോൺസും സുനാമീസും അതുപോലെ തന്നെ ഡ്രോട്ട്സും ലാൻഡ്സ്ലൈഡ്സും ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സും ഇന്ത്യ ഫേസ് ചെയ്തിട്ടുള്ളത്. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. അതുണ്ടായത് 1984 ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുടെ ആ ഒരു തീവ്രതയും നമുക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. During this century, India has witnessed some major disasters which include the Gujarat earthquake 2001, then the Mumbai Gujarat floods 2005, then the tsunami 2004, the Uttarakhand flash floods, and the hurricane Phelan in coastal Orissa and Andhra in 2013. സോ ഫെയിലിൻ എന്നുള്ള കൊടുങ്കാറ്റും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലുണ്ടായിരുന്ന ഫ്ലഡും സുനാമി പിന്നെ ഗുജറാത്ത് എർത്ത് ക്വേക്സ് ഇതൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും മേജറായിട്ടുള്ള ഡിസാസ്റ്റേഴ്സാണ്. അതും നമ്മുടെ ഈ 21st സെഞ്ച്വറിയിലാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. The direct and indirect impacts of disaster, either natural or industrial, are always damage, destruction and death. ഏതൊക്കെ ഡിസാസ്റ്റേഴ്സ് ഉണ്ടായിക്കോട്ടെ, അത് നാച്ചുറൽ ആയിക്കോട്ടെ അതല്ലെങ്കിൽ മാൻമെയ്ഡ് ആയിക്കോട്ടെ, ഇതിൻ്റെ ഇമ്പാക്റ്റ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നതും അതുപോലെ തന്നെ അതുണ്ടാക്കുന്നത് എന്തൊക്കെയാണ്? ഡാമേജും ഡെത്തും ഡിസ്ട്രക്ഷനുമാണ്. നാശനഷ്ടവും അതുപോലെ തന്നെ മരണവും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കുന്നുണ്ട്. When disaster strikes, the lifeline support system, namely communication, power supply, water supply, drainage, etc. are damaged. Moreover, healthcare and hospitals are also put under severe stress. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് ലൈൻ സപ്പോർട്ട് സിസ്റ്റംസ് ആയിട്ടുള്ള, അതായത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റംസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, പവർ സപ്ലൈ, അതുപോലെ വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ്, ഇതെല്ലാം തന്നെ താറുമാറാക്കുന്നൊരു കാര്യമാണ് ഡിസാസ്റ്റേഴ്സ്. നമുക്കറിയാം ഫ്ലഡ്സൊക്കെ വരുമ്പോൾ ശരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമുക്ക് റേഞ്ച് ഒന്നും ഉണ്ടാവില്ല ഫോൺ ചെയ്യാനായിട്ട്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അപ്പാടെ താറുമാറാവും, ഇൻ്റർനെറ്റ് ഉണ്ടാവില്ല, പവർ സപ്ലൈ കറണ്ട് ഉണ്ടാവില്ല, അതുപോലെ വാട്ടർ സപ്ലൈ ശരിക്കും വെള്ളം കൃത്യമായിട്ട് കിട്ടില്ല. കാരണം ഫ്ലഡൊക്കെ ആകുമ്പോഴത്തേക്കും വെള്ളം എല്ലാം ഡാമേജ് അല്ല, വെള്ളമെല്ലാം ചീത്തയാവും അല്ലേ. അപ്പോൾ ഒരിക്കലും പ്യുവർ വാട്ടർ നമുക്ക് കിട്ടില്ല. പിന്നെ ഡ്രെയിനേജ് ഫെസിലിറ്റി ഉണ്ടാവില്ല, വെള്ളം നിറഞ്ഞ് ഡ്രെയിനേജ് എല്ലാം ക്ലോസ് ആവും. അപ്പോൾ അതെല്ലാം തന്നെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് കൂടാതെ തന്നെ നമ്മുടെ ഹെൽത്ത് കെയറും ഹോസ്പിറ്റൽസും വല്ലാത്ത സ്ട്രെസ്സിലായി മാറും. കാരണം ഹെൽത്ത് കെയർ എന്ന് പറയുന്ന കാര്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയം എന്ന് പറയുന്നത് ഈ ഡിസാസ്റ്ററിൻ്റെ സമയമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഹോസ്പിറ്റൽസിലേക്ക് റഷ് ചെയ്യുമ്പോൾ അവർക്കും എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷനായിട്ട് മാറും. കൊമേഴ്സ്യൽ ആൻഡ് എക്കണോമിക്കൽ ആക്ടിവിറ്റീസ് ആർ ഓൾസോ ബാഡ്ലി അഫക്റ്റഡ്. അതുപോലെ കൊമേഴ്ഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ആക്ടിവിറ്റീസ് വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ അതൊക്കെ തന്നെ ബാഡ്ലി അഫക്റ്റ് ചെയ്യും. ലൈഫ് ഓൾമോസ്റ്റ് കംസ് ടു സ്റ്റാൻഡ് സ്റ്റിൽ. അതുപോലെ ജീവിതം ആകെ നിശ്ചലമായൊരവസ്ഥയായിട്ട് മാറും. ദ സൈക്കോളജിക്കൽ ട്രോമാസ് കാസ്ഡ് ബൈ ദ ഡിസാസ്റ്റേഴ്സ് ആർ സംടൈംസ് സോ സിവിയർ ദാൻ ദേ സ്പാൻ ദ ഹോൾ ലൈഫ് ഓഫ് ദ വിക്ടിം. സൈക്കോളജിക്കൽ ട്രോമാസ്, ഇത് ഉണ്ടാക്കുന്ന സൈക്കോളജിക്കലായിട്ടുള്ളൊരു ഇഫക്റ്റ് ഫ്ലഡ് ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കറിയാം. വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ അവരുടെ മാനസികാവസ്ഥ തന്നെ അങ്ങ് മാറിപ്പോവും. കാരണം അത്രയ്ക്ക് പേടിയായി പോവും അവരുടെ ഉള്ളിൽ. അപ്പം അതുണ്ടാക്കുന്ന മാനസികമായ ആഘാതം എന്ന് പറയുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള ആഘാതത്തെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മാനസികമായിട്ടുള്ള ആ ഒരു ആഘാതവും അതും ഉണ്ടാക്കുന്നുണ്ട്. Therefore, along with other rehabilitation works, psychological rehabilitation should also be given due importance. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളും ശരിയാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലേ. പ്രോപ്പർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അതുപോലെ ഫുഡ് വാട്ടർ ഒക്കെ കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനോടൊപ്പം മാനസിക ആരോഗ്യവും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ശരിക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ കൊറോണ ഏജാണിത്. അപ്പോൾ നിങ്ങൾക്കറിയാം കൊറോണ പോസിറ്റീവായിട്ട് നമ്മൾ ക്വാറന്റൈനിൽ പോകുന്ന ആൾക്കാരായിക്കോട്ടെ, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊറോണ ഉണ്ടോയെന്ന് സംശയിച്ച് ക്വാറന്റൈനിൽ പോകുന്ന ആൾക്കാരായിക്കോട്ടെ, അവരെയൊക്കെ ഹെൽത്തിൽ നിന്ന് നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടോ, അതായത് ടെൻഷൻ ഉണ്ടോ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സൈക്കോളജിക്കലായിട്ടുള്ള ഇഷ്യൂസ് വരുന്നുണ്ടോ, അപ്പോൾ നമുക്ക് അത് സോൾവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഗവൺമെൻറ് അങ്ങനെ ഒരു സേവനം കൂടി നമുക്ക് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. കൊറോണ ഇഷ്യൂയുടെ സമയത്ത് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ തന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ക്വാറന്റൈനിൽ ഇരുന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, നമ്മളെ ഹെൽത്തിൽ നിന്ന് വിളിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ടെൻഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്.
അപ്പോൾ അതൊക്കെ ഒരു വലിയ ഹെൽപ്പാണ്. അപ്പോൾ അതുകൂടി ആവശ്യമാണെന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഈ ആർട്ടിക്കിൾ കുറച്ച് നാൾ മുന്നേ എഴുതിയതാണ്. അതുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇപ്പോഴത്തെ റീസെൻ്റായിട്ട് ഈ ഒരു സേവനവും നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഓക്കെ, നിങ്ങൾക്ക് അതൊക്കെ നോട്ട് ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് എസ് എഴുതുമ്പോൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നിങ്ങൾക്ക് എഴുതാം. കൊറോണയുടെ ടൈമിൽ നമുക്ക് ഈ ഒരു സേവനം കിട്ടുന്നുണ്ടായിരുന്നു എന്ന് എഴുതാം കേട്ടോ. The impact is almost same even in the case of man-made disasters like riots. The most affected are the poor sections of society who have to work daily to earn their livelihoods. ഇതേ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് മാൻ-മെയ്ഡ് ഡിസാസ്റ്റർ ആയിട്ടുള്ള റയറ്റ്സിൻ്റെ കേസിലും ഉണ്ടായിട്ടുള്ളത്. എന്താണ് റയറ്റ് എന്ന് പറയുന്നത്? കലാപങ്ങൾ. അപ്പോൾ കലാപ സമയത്തും ആൾക്കാർ ഇതേ ഒരു കാര്യം തന്നെയാണ് ഫേസ് ചെയ്യുന്നത്. കലാപം എന്ന് പറയുന്നതും ഒരു ഡിസാസ്റ്ററാണ്, ഒരു ദുരന്തമാണ്, മാൻ-മെയ്ഡ് ഡിസാസ്റ്ററാണ് അത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കലാപം അഫക്റ്റ് ചെയ്യുന്നത് സമൂഹത്തിൽ താഴെ തട്ടിലുള്ള ജനവിഭാഗങ്ങളെയാണ്. ദിവസക്കൂലിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന, ഡെയിലി ബ്രെഡ് ഏൺ ചെയ്യാൻ ദിവസവുമുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവരെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സ് അഫക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആഘാതം എന്ന് പറയുന്നത് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവരെ വല്ലാതെ ഹോണ്ട് ചെയ്യും എന്നുള്ളതാണ് ഒരു സത്യം. In some natural disasters like cyclones, tsunami and earthquake, it is the building structure which becomes the cause of destruction and death. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആയിട്ടുള്ള സൈക്ലോൺ ആയിക്കോട്ടെ, സുനാമി ആയിക്കോട്ടെ, എർത്ത് ക്വേക്ക് ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നത് എന്ത് തന്നെയാണ്? ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് തന്നെയാണ്. ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺലി 30% ഓഫ് ദ ബിൽഡിംഗ് ആർ കൺസ്ട്രക്റ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റെഗുലേഷൻസ് ലെയ്ഡ് ഡൗൺ ഫോർ എൻഷുറിംഗ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ഡെവലപ്പിംഗ് കൺട്രീസിൽ ഓൺലി 30% ബിൽഡിങ്സ് മാത്രമേ ഉള്ളൂ ഈ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങളോടൊക്കെ കൂടി തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇടയ്ക്ക് വെച്ച് ഫ്ലാറ്റ് പൊളിച്ച ഒരു കാര്യമൊക്കെ നമ്മൾ അറിയുന്നുണ്ടായിരുന്നു അല്ലേ? എന്താണ് ശരിക്കും അപകട മേഖലയിലാണത് നിൽക്കുന്നത്, അതുകൊണ്ടാണത് പൊളിച്ചു മാറ്റിയത് എന്നുള്ള ഒരു വാർത്തയൊക്കെ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ പല ബിൽഡിംഗ് സ്ട്രക്ചേഴ്സും പണി കഴിപ്പിച്ചിരിക്കുന്നത് സേഫ്റ്റി മെഷേഴ്സ് ഒന്നും തന്നെ നോക്കാതെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. Similarly, the lack of the master plan and the inferior quality of materials used for construction also aggravate the casualties arising out of disasters. അതുപോലെ തന്നെ മാസ്റ്റർ പ്ലാൻ ഇല്ലാതെ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ടൈപ്പ് ഓഫ് ബിൽഡിങ്സും അതുപോലെ തന്നെ ഇൻഫീരിയർ ക്വാളിറ്റി, അതായത് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽസ് യൂസ് ചെയ്ത് പണിയുന്ന ഇതുപോലുള്ള ബിൽഡിങ്സും ഒക്കെ തന്നെ ഈ ദുരിതത്തിൻ്റെ ആഘാതം കൂട്ടും എന്നാണ് പറയുന്നത്. കാരണം ഒരു സൈക്ലോൺ വരുമ്പോഴേക്കും ഇതെല്ലാം കൂടി തകർന്നടിഞ്ഞു പോകും, അതിലുള്ള മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും. Therefore, both private and public buildings should be constructed according to the guidelines prescribed by the law. അതുകൊണ്ട് തന്നെ പബ്ലിക് ബിൽഡിങ്സ് ആയിക്കോട്ടെ, പ്രൈവറ്റ് ബിൽഡിങ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ നിയമത്തിന് വിധേയമായിട്ട് അല്ലെങ്കിൽ നിയമത്തിനനുസരിച്ചിട്ട് മാത്രമേ പണി കഴിപ്പിക്കുവാനായിട്ട് പാടുള്ളൂ. Moreover, construction should strictly adhere to the master plan approved by the authorities. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻസ് അതോറിറ്റീസ് പറഞ്ഞിട്ടുള്ള മാസ്റ്റർ പ്ലാൻ അനുസരിച്ചിട്ട് മാത്രം സ്ട്രിക്റ്റ് ആയിട്ടും അത് ഫോളോ ചെയ്ത് മാത്രമേ നമ്മൾ ബിൽഡിങ്സ് കൺസ്ട്രക്റ്റ് ചെയ്യാവൂ, പണി കഴിപ്പിക്കാൻ പാടുള്ളൂ. എബവ് ഓൾ, ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ഷുഡ് ബി യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ. ഇതൊന്നും കൂടാണ്ട് മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വളരെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് മാത്രമേ ബിൽഡിങ്സ് പണി കഴിപ്പിക്കാവൂ. അല്പലാഭത്തിന് വേണ്ടിയിട്ട് വളരെ വിലക്കുറഞ്ഞ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് പണി കഴിപ്പിക്കാതെ, നോട്ട് വിലക്കുറഞ്ഞത് എന്നല്ല, തീരെ ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽസ് യൂസ് ചെയ്ത് പണി കഴിപ്പിക്കാതെ നല്ല മെറ്റീരിയൽസ് യൂസ് ചെയ്ത് തന്നെ നമ്മൾ പണി കഴിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് മെഷേഴ്സ് നമ്മൾ പറഞ്ഞു. ഒന്ന്, സൈക്കോളജിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും നമ്മൾ എൻഷുർ ചെയ്യണം, മെൻ്റൽ ഹെൽത്തും ഡെവലപ്പ് ചെയ്യണം. ആ ഒരു കാര്യം ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രണ്ട്, ബിൽഡിംഗ് പണിയുമ്പോൾ സ്ട്രിക്ട്ലി റൂൾസ് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഗുഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് മാത്രം ബിൽഡിങ്സ് പണിയാം. ഇനി എന്താ പറയുന്നതെന്ന് നോക്കാം. ഇത് UNDAC along with the Government of India has jointly prepared an action plan for cities and towns vulnerable to earthquakes. UNDAC അതായത് യുണൈറ്റഡ് നേഷൻസ് ഡിസാസ്റ്റർ അസസ്മെൻറ്റ് ആൻഡ് കോർഡിനേഷൻ, ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് കോർഡിനേഷൻ എന്നുള്ള ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. ആ ഒരു ഓർഗനൈസേഷനും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ചേർന്ന് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സിറ്റീസും ടൗൺസും എർത്ത് ക്വേക്സ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള സിറ്റീസും ടൗൺസിലെയും ആൾക്കാർ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ആക്ഷൻ പ്ലാൻസ് അവർ തയ്യാറാക്കിയിട്ടുണ്ട്. In vulnerable areas, the existing buildings should be technically assessed and individual owners and group housing authorities should be informed about the weakness in their construction. അതായത് ഇങ്ങനെയുള്ള vulnerable areasൽ, ഇങ്ങനെയുള്ള ദുർബലമായ ഏരിയാസിൽ എക്സിസ്റ്റിംഗ് ബിൽഡിങ്സ്, അതായത്
ഓൾറെഡി ഉള്ള ബിൽഡിങ്സ് അതിനെ ടെക്നിക്കലി അസസ് ചെയ്യണം. അത് നല്ലതാണോ, നല്ല ക്വാളിറ്റി ഉള്ളതാണോ, അത് ഒരു പ്രകൃതി ദുരന്തം വന്നാലും അതിന് നിൽക്കാൻ പറ്റുന്ന ഒന്നാണോ, അത് നല്ല ക്വാളിറ്റി ഉള്ളതാണോ എന്ന് അസസ് ചെയ്യണം. ആൻഡ് ഇൻഡിവിജ്വൽ ഓണേഴ്സ് ആൻഡ് ഗ്രൂപ്പ് ഹൗസിംഗ് അതോറിറ്റീസ് ഷുഡ് ബി ഇൻഫോംഡ് അബൌട്ട് ദ വീക്ക്നെസ് ഇൻ ദർ കൺസ്ട്രക്ഷൻ. അതുപോലെ തന്നെ ആ കൺസ്ട്രക്ഷനിലുള്ള തെറ്റുകുറ്റങ്ങൾ അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് ആ ബിൽഡിംഗ് പണിഞ്ഞ ആൾക്കാർക്ക്, അത് ഇൻഡിവിജ്വൽ ഓണേഴ്സ് ആയിക്കോട്ടെ, അതായത് നമ്മളെപ്പോലെയുള്ള ആൾക്കാരായിക്കോട്ടെ, അതല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലാറ്റൊക്കെ ബിൽഡ് ചെയ്ത് കൊടുക്കുന്ന അതോറിറ്റീസ് ഉണ്ടല്ലോ, കോൺട്രാക്ടേഴ്സ്, അവരെയൊക്കെ ഇത് ഇൻഫോം ചെയ്യണം. Presently, it is estimated that around 1 million buildings are constructed every year in India and an equal number of them gets damaged as a result of disasters. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ ഏകദേശം 1 കോടിയോളം ബിൽഡിങ്സ് പണിയാറുണ്ട് ഒരു വർഷം. ആൻഡ് അതേപോലെ തന്നെ ഈക്വൽ നമ്പറായിട്ടുള്ള ബിൽഡിങ്സ് ഡാമേജ് ചെയ്യപ്പെട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഡിസാസ്റ്റേഴ്സിൽ. ഓക്കെ, ടു റെഡ്യൂസ് ദ ഡാമേജ് ടു ബിൽഡിങ്സ് എ മോണിറ്ററിംഗ് മെക്കാനിസം ഷുഡ് ബി സെറ്റ് അപ്പ് ഇൻ ദ ഡിസാസ്റ്റർ പ്രോൺ ഏരിയാസ് വിച്ച് മസ്റ്റ് ആക്ട് ഇൻ പ്രോപ്പർ കോർഡിനേഷൻ വിത്ത് ദ കൺസേൺഡ് അതോറിറ്റീസ് ടു എൻഷുർ ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ബിൽഡിംഗ് കോഡ്സ്. അപ്പോൾ ഈ ഡാമേജസ് ഒക്കെ, അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഈ ഡാമേജസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? നമ്മൾ കൃത്യമായിട്ടുള്ള കോർഡിനേഷനോട് കൂടി വേണം ഇങ്ങനെയുള്ള ബിൽഡിങ്സ് ഒക്കെ പണിയാനായിട്ട്, അല്ലെങ്കിൽ കൺസേൺഡ് അതോറിറ്റീസ് ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സമയത്തൊക്കെ വയൽ നികത്തിയൊക്കെ വീട് വെക്കാനൊന്നും സമ്മതിക്കാത്തത്. അഥവാ വയൽ നികത്തി വീട് വെക്കുന്നുണ്ടെങ്കിലും അവർ ഒരു ഇത്രയും സ്ക്വയർ ഫീറ്റ് അവർ പറയുന്നുണ്ട്, അതിനപ്പുറത്തേക്ക് ശരിക്കും വീട് വെക്കാൻ അവർ സമ്മതിക്കാറില്ല. അത് കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തി അതിനപ്പുറത്തേക്ക് വീട് വെക്കുകയാണെങ്കിൽ അവർ അത് സ്റ്റേ കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില രീതികളൊക്കെ ഇന്ന് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഫലമായിട്ട് ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം എസ്സേ ഒക്കെ എഴുതുമ്പോൾ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്സ് എന്തൊക്കെയാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അതൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. In the case of disaster management, the state government play a major role while the central government only plays a facilitating role. സോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കേസിൽ ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനുമാണ് ഇമ്പോർട്ടൻറ്റ് റോള്. സെൻട്രൽ ഗവൺമെൻറ്റ്സിന് ഓൺലി കോർഡിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളൊരു റോൾ മാത്രമേ ഉള്ളൂ. മേജർ റോൾ പ്ലേ ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. കാരണം ഓരോ സ്റ്റേറ്റിലും നടക്കുന്ന കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കൃത്യമായി അറിയാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. At the state level, there is a state-level disaster management committee consisting of the senior secretaries of various departments and the representatives of NGOs. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റീസ് ഉണ്ട്. അതിൽ സീനിയർ സെക്രട്ടറി ഉണ്ട്, പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള സീനിയർ സെക്രട്ടറീസ് ഉണ്ട്. അതുപോലെ NGO, ഒരു NGOയുടെ റെപ്രസെൻറ്റേറ്റീവ്സും ഉണ്ടായിരിക്കും. At the national level, there is a crisis management committee headed by the cabinet secretary and the secretaries from major departments of the government. അതുപോലെ നാഷണൽ ലെവലിൽ, അതായത് സ്റ്റേറ്റ് ലെവലിൽ ഇത്ര ആൾക്കാരാണുള്ളത്, പക്ഷേ നാഷണൽ ലെവലിൽ ക്രൈസിസ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലെ ഒരു മെമ്പർ ഉണ്ടായിരിക്കും. അതിൽ തന്നെ ക്യാബിനറ്റ് സെക്രട്ടറിയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിലെ സെക്രട്ടറീസും ഉണ്ടായിരിക്കും. The central government, with proper coordination with various ministries, provide necessary supports to the states, which include defense services like airdropping, rescuing, searching, transport of relief goods, etc., and availability of rail and ferry services, health, personal and medical support. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് വേരിയസ് മിനിസ്ട്രീസിൻ്റെ കോർഡിനേഷനോടുകൂടി അവർ ഓരോ സ്റ്റേറ്റിലും ഡിസാസ്റ്റർ ഉണ്ടാവുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള കുറേ ഫെസിലിറ്റീസ് കൊടുക്കാറുണ്ട്. അതിൽ എയർ ഡ്രോപ്പിംഗ്, അതായത് ഹെലികോപ്റ്റർ വഴി ദുരിതബാധിത പ്രദേശങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുക, അതുപോലെ ബാധിത പ്രദേശങ്ങളിലെ ആൾക്കാരെ രക്ഷിക്കുക, അതൊക്കെ ചെയ്യാറുണ്ട്. റെസ്ക്യൂയിങ് മീൻസ് രക്ഷിക്കുക. സെർച്ചിങ് മീൻസ് ഏതെങ്കിലും ദുരിതത്തിലൊക്കെ പെട്ടുപോയ ആൾക്കാരെയൊക്കെ കണ്ടുപിടിക്കില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ തേടാറുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് റിലീഫ് ഗുഡ്സ്, അവർക്ക് വേണ്ടുന്ന ഡ്രസ്സും ഫുഡും ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അവൈലബിലിറ്റി ഓഫ് റെയിൽ ആൻഡ് ഫെറി സർവീസസ്, അതായത് ഫെറി മീൻസ് എന്താണ്, കടത്ത് സർവീസസ് ഇല്ലേ, അതായത് ചെങ്ങാടം ഒക്കെ ഇങ്ങനെ കരകവിഞ്ഞൊഴുകുന്ന നദിയിൽ നിന്നൊക്കെ ആൾക്കാരെ രക്ഷിക്കാനുള്ള ഫെറി സർവീസസും ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ ഹെൽത്ത്, പേഴ്സണൽ ആൻഡ് മെഡിക്കൽ സപ്പോർട്ട്, ഡോക്ടേഴ്സിനെ കൊണ്ടുവരാറുണ്ട്, മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെൻറ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കറിയാം ഉരുൾപൊട്ടലുണ്ടായ സമയത്തുമൊക്കെ ഇതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീം വന്നിട്ട് ഒരുപാട് പേരെ രക്ഷപ്പെടുത്തുകയൊക്കെ ഉണ്ടായി. അതുപോലെ വെള്ളത്തിൽ മുങ്ങിപ്പോയ ആൾക്കാരെയൊക്കെ കണ്ടുപിടിക്കുകയുണ്ടായി. ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് കരകവിഞ്ഞൊഴുകിയ നദിയിൽ പെട്ടുപോയ കുറേ പേരെ രക്ഷിക്കുകയുണ്ടായില്ലേ.
അതിൽ മൃഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട്, മനുഷ്യർ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് മണ്ണിനടിയിൽ പെട്ടുപോയ ഒരുപാട് ആൾക്കാരെ രക്ഷിച്ചു, ഒരുപാട് ഡെഡ് ബോഡീസൊക്കെ എടുത്തു. അതൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അതൊക്കെ നിങ്ങൾ ഓർക്കുക. അതുപോലെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് തന്നെ ഹെലികോപ്റ്റർ വഴി ഒരുപാട് പേരെ രക്ഷപ്പെടുത്തുകയുണ്ടായി. അതിൽ ഒരു പ്രഗ്നൻറ്റ് ലേഡിയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നേവി ടീം. അപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കേണ്ടതാണ് ഇത് പഠിക്കുമ്പോൾ. ഓക്കെ, റിഹാബിലിറ്റേഷൻ ഇസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. സിൻസ് ഡിസാസ്റ്റേഴ്സ് ആർ നോൺ റൂട്ടീൻ ഇവൻറ്റ്സ്, ദേ റിക്വയർ നോൺ റൂട്ടീൻ റെസ്പോൺസസ് ഫോർ ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ. റീഹാബിലിറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? പുനരധിവാസം അല്ലേ? ഈ പ്രശ്നബാധിത ആൾക്കാരെ അല്ലെങ്കിൽ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആൾക്കാരെ അവർക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, ഈ ഡിസാസ്റ്ററിന് ശേഷവും അവർക്ക് അവരുടെ ജീവിതം പഴയ പോലെ ആക്കുക. ഇതൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. കാരണം അപകടത്തിൽ പെട്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ രക്ഷിച്ച് ഒരിടത്ത് കൊണ്ടുവന്നു, അവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അല്ലേ? അവർക്ക് ജോലിയില്ല, അവരുടെ വീട് തകർന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ ഇതൊക്കെ തിരിച്ച് പഴയപടി ആക്കി കൊടുക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. സിൻസ് ഡിസാസ്റ്റേഴ്സ് ആർ നോൺ റൂട്ടീൻ ഈവൻറ്റ്സ്, അതായത് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെ ഡെയിലി നടക്കുന്ന ഒരു സാധനമൊന്നുമല്ല, വല്ലപ്പോഴും സംഭവിക്കുന്ന ഒന്നാണ്, പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ സഡനായിട്ടൊരു ഡിസാസ്റ്റർ വരുമ്പോൾ സഡനായിട്ടുള്ളൊരു റെസ്പോൺസും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ സഡനായിട്ടുള്ള റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസും നമ്മൾ ഒരുക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫ്ലഡ്സൊക്കെ ഉള്ള സമയത്ത് ആൾക്കാരെ സ്കൂൾസിലും ഒക്കെ താമസിപ്പിച്ചത്. ഓക്കെ, ഈ റീഹാബിലിറ്റേഷൻ മെഷേഴ്സിൻ്റെ ഭാഗമായിട്ടാണ്. This means that the government cannot rely on normal procedures to implement appropriate responses. There should be proper coordination among the various departments of the government to bring speedy relief to the victims. അതായത് നമ്മൾ പറഞ്ഞു ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? റെസ്പോൺസസ് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിനർത്ഥം ഗവൺമെൻറ് നോർമൽ പ്രൊസീജിയേഴ്സിൻ്റെ രീതിയിൽ അതിനെ റിലേ മീൻസ് ഡിപ്പെൻഡ്. അപ്പോൾ സാധാരണ രീതിയിൽ കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞിരിക്കാതെ സ്പെഷ്യൽ ടീമിനെയും അതുപോലെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ നമ്മൾ സഡനായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് പ്രോപ്പർ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ നമ്മൾ ചുമതലപ്പെടുത്തണം, ഡിപ്പാർട്ട്മെൻറ്റ്സിൽ പല ഹെഡ്സിനെയും കോർഡിനേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു പ്രകൃതിക്ഷോഭമൊക്കെ വരുന്ന സമയത്ത്, ഒരു വെള്ളപ്പൊക്കമൊക്കെ വരുന്ന സമയത്ത് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സിലെ തഹസിൽദാർ ആയാലും അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്, വില്ലേജ് ഓഫീസേഴ്സ്, അവരെയൊക്കെ പെട്ടെന്ന് കോർഡിനേറ്റ് ചെയ്ത് അവരുടെ വില്ലേജിൽ നടന്ന കാര്യങ്ങളൊക്കെ എന്താണ്, റീഹാബിലിറ്റേഷൻ ക്യാമ്പ്സ് തുടങ്ങാനായിട്ട് പറയാറുണ്ട്. അതുപോലെ പെട്ടെന്ന് കുറേ ക്യാമ്പുകൾ വരും അല്ലേ, അതിൻ്റെ ഡ്രസ്സും അതുപോലെ തന്നെ ഫുഡും ഒക്കെ ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യും, എന്നിട്ട് ആൾക്കാർക്ക് കൊടുക്കും. അപ്പോൾ ഇതിനൊക്കെയുള്ള പ്രോപ്പർ ടീമിനെ പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് റെഡിയാക്കേണ്ടതായിട്ട് ഉണ്ട്. Moreover, the rescue teams require the learning of special skills and attitudes in dealing with disaster. അത് മാത്രമല്ല, റെസ്ക്യൂ ടീംസ് വരുമല്ലോ, റെസ്ക്യൂ ടീംസിനെ ഇങ്ങനെ ഇപ്പം ഓരോ പ്രകൃതിക്ഷോഭത്തിനനുസരിച്ചിട്ട് ആൾക്കാരെ രക്ഷിക്കുവാനുള്ള ആ ഒരു സ്കില്ലും കാര്യങ്ങളുമൊക്കെ അവർക്ക് പ്രോപ്പറായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫ്ലഡ് നടക്കുന്ന സമയത്ത് നീന്തൽ അറിയാവുന്ന കുറച്ച് കൂടുതൽ ആൾക്കാരെ ആവശ്യമാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മുടെ റെസ്ക്യൂ ടീമിൽ പെട്ട അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആ ടീമിൽ പെട്ട ആൾക്കാർക്ക് നീന്തൽ പരിശീലനങ്ങളൊക്കെ ആവശ്യത്തിന് കിട്ടിയെങ്കിൽ മാത്രമേ ഫ്ലഡിൻ്റെ സമയത്ത് അവർക്ക് ശരിക്കും ആൾക്കാരെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫ്ലഡ് വരട്ടെ എന്നിട്ട് നമുക്ക് പഠിക്കാം എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നേരത്തെ അവർക്ക് അതിനുള്ള ഫെസിലിറ്റീസൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആഡിക്വേറ്റ് ആയിട്ടുള്ള മെമ്പേഴ്സൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും മത്സ്യബന്ധന നമ്മൾ പറയാറില്ലേ, നമ്മുടെ സോൾജേഴ്സാണ് അവരെന്ന് പറയാറുണ്ട്. കാരണം മത്സ്യബന്ധന മേഖലയിലുള്ള ആൾക്കാരെ പെട്ടെന്ന് ഡിസാസ്റ്റേഴ്സ് വരുമ്പോൾ അവർ ഇങ്ങനെ ആൾക്കാരെ രക്ഷിക്കാനായിട്ടൊക്കെ വരാറുണ്ട് അല്ലേ. അവരുടെ സേവനം നമ്മൾ ഓർക്കേണ്ട ഒന്നാണ്. ശരിക്കും നമ്മുടെ സോൾജേഴ്സാണ്, നമ്മുടെ വാരിയേഴ്സാണ് അവരെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു അവസരത്തിൽ. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? പ്രോപ്പർ ആയിട്ടുള്ള ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കണം, അതുപോലെ അവർക്ക് ഇങ്ങനെയുള്ള സ്കില്ലൊക്കെ വളർത്തിയെടുത്തുകൊണ്ട് വരണം. അപ്പോൾ അതൊക്കെ നമ്മൾ ഗവൺമെൻറ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. Additionally, they need to be well equipped with the latest technologies. അതിനോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജീസ് യൂസ് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ്ങും അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഹാസ് അസ്യൂംഡ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ഇൻ റീസെൻറ്റ് ടൈംസ്. ഇന്നത്തെ കാലത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. The whole purpose of disaster management is not to prevent these natural or man-made disasters. ശരിക്കും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട്
ഈ മാൻമെയ്ഡ് അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് തടഞ്ഞു നിർത്തുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. വി മേ നോട്ട് ബി ഏബിൾ ടു അവോയ്ഡ് മെനി ഓഫ് ദീസ് ഡിസാസ്റ്റേഴ്സ് ബട്ട് വി ക്യാൻ ഡെഫിനറ്റ്ലി മിറ്റിഗേറ്റ് ദെയർ ഇമ്പാക്റ്റ്. സോ അവോയ്ഡ് മീൻസ് ടേൺ അവേ അല്ലെങ്കിൽ ഗതി മാറ്റുക എന്നുള്ളൊരു മീനിങ് ആണ്. ഇതിനർത്ഥം നമ്മൾ ഒരിക്കലും നമ്മളെ കൊണ്ട് ഈ ഡിസാസ്റ്റേഴ്സിനെ ഗതി മാറ്റി വിടാനോ അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ തടഞ്ഞു നിർത്താനോ സഡനായിട്ട് പറ്റത്തില്ല. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഡിസാസ്റ്റേഴ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആൾനാശമോ അതല്ലെങ്കിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവാതെ ഉള്ളത് മാത്രമേ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അപ്പം അതിനുള്ള മെഷേഴ്സാണ് നമ്മൾ എടുക്കേണ്ടത്. എങ്ങനെയൊക്കെ നാശനഷ്ടം കുറയ്ക്കാം, എങ്ങനെയൊക്കെ ജീവഹാനി കുറയ്ക്കാം, അതിനെ പറ്റിയിട്ടുള്ള പ്രോപ്പർ മെഷേഴ്സ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു എസ്സേ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ കോവിഡ് ടൈംസ് ആയതുകൊണ്ട് തന്നെ ജനറൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. കോവിഡ് എന്ന് പറയുന്നതും ഒരു ഡിസാസ്റ്ററാണ്. സോ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും എഴുതാനുള്ള രീതിയിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇതിൽ നിന്ന് ചിലപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രോപ്പർ ആക്കുവാനുള്ള 2 സജഷൻസ് പറയാനായിട്ട് ചിലപ്പോൾ പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തായിരുന്നു നമ്മുടെ പ്രോപ്പർ മെഷേഴ്സ് ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത് അതിനെ പറ്റിയിട്ട് ചോദിക്കാം. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് വേണം ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുക. ഹാപ്പി ലേണിംഗ് ആൻഡ് താങ്ക് യു.